KSRTCയിൽ ഡ്രൈവർ കം കണ്ടക്ടർ ഡ്യൂട്ടിക്കെത്തിയ ജീവനക്കാരനെ ഇറക്കിവിട്ടതായി പരാതി. 8 മണിക്കൂർ താഴെ റണ്ണിംഗ് ടൈമുള്ള സർവീസുകളിൽ ഡ്രൈവർ കം കണ്ടക്ടർമാർ ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഒരു വിഭാഗം കണ്ടക്ടർമാരാണ് ജീവനക്കാരെ ഇറക്കിവിട്ടത്. അതേസമയം 8 മണിക്കൂറിൽ താഴെ റണ്ണിംഗ് ടൈം വരുന്ന 4 സർവീസുകളിലെ ഡ്രൈവർ കം കണ്ടക്ടർമാരുടെ ഡ്യൂട്ടി ക്രമീകരണം ഒഴിവാക്കിയതായി KSRTC അറിയിച്ചു. അതേസമയം സംഭവത്തിൽ DTOയോട് റിപ്പോർട്ട് തേടിയതായി മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. യൂണിയനുകളും മാനേജ്മെന്റും അംഗീകരിച്ച ഡ്യൂട്ടി പരിഷ്കരണ വ്യവസ്ഥകൾക്കനുസരിച്ചാണ് ഇനി അങ്ങോട്ട് KSRTC ഡ്യൂട്ടി സമ്പ്രദായം നടപ്പിലാക്കേണ്ടത്. അതെല്ലാവരും അംഗീകരിച്ചതാണ്. അതിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും ഒരു നിലപാട് തിരുവനന്തപുരത്തെ DTO സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഒരു മണിക്കൂറിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ മുഹമ്മദ് അസറുണ്ട്. അസറ, വലിയ രീതിയിൽ തന്നെ KSRTCയിലെ പ്രശ്നം തൊഴിലാളി സംഘടനകളുടെ വിരുദ്ധതയ്ക്ക് പാത്രമാകുന്നു എന്നതിന്റെ ഭാഗമായി ടോമിൻ തച്ചങ്കരിയെ MD സ്ഥാനത്ത് നിന്ന് മാറ്റി. അതിനുശേഷം ഇപ്പോൾ കണ്ടക്ടറെ ഇറക്കിവിട്ടതായുള്ള വാർത്തകൾ വരുന്നു. തൊഴിലാളി യൂണിയനുകൾ വലിയ രീതിയിൽ തന്നെ വിഷയത്തിൽ ഇടപെടുന്നു എന്നതായി വരുന്നു. ഇപ്പോൾ ഗതാഗത മന്ത്രി ഈ വിഷയത്തെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? അഞ്ജിത, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഡ്രൈവർ കം കണ്ടക്ടർ ജോലിക്കെത്തിയ ജീവനക്കാരനെ തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട്ടേക്ക് പോകുന്ന ബസ്സിൽ ജോലിക്കായി എത്തിയതായിരുന്നു. ആ സർവീസിൽ ജോലിക്കായി എത്തിയതായിരുന്നു ഈ ജീവനക്കാരൻ. എന്നാൽ ഈ ഒരു സർവീസ് 8 മണിക്കൂറിന് താഴെ മാത്രമാണ് ഈ സർവീസിൻ്റെ റണ്ണിംഗ് ടൈം ഉള്ളത്. അതായത് ഏകദേശം 7 മണിക്കൂർ 10 മിനിറ്റ് ആണ് ഈ ഒരു ദൈർഘ്യം എന്നതാണ് KSRTC നൽകുന്ന വിശദീകരണം. അതുകൊണ്ട് ഈ ഒരു സർവീസിൽ ഡ്രൈവർ കം കണ്ടക്ടർ ഡ്യൂട്ടിയിലുള്ള ആളുകളെ ആവശ്യമില്ല എന്നൊരു തീരുമാനത്തിലേക്ക് KSRTC എത്തിയിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവരോട് ഡ്യൂട്ടിക്ക് ഇത്തരം ഈ 8 മണിക്കൂറിൽ താഴെ റണ്ണിംഗ് ടൈം വരുന്ന സർവീസുകളിൽ ഈ ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലുള്ള ആളുകൾ ജോലിക്ക് വരേണ്ടതില്ല എന്ന് രേഖാമൂലം അറിയിച്ചിരുന്നെങ്കിലും ഇന്ന് ഈ ഒരു ജീവനക്കാരൻ ജോലിക്ക് വരുന്നു. ചില യൂണിയനുകളിൽപ്പെട്ട ഒരു വിഭാഗം കണ്ടക്ടർമാരാണ് ഈ ഒരു കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ ജീവനക്കാരനെ ബസ്സിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെ വരെ ഈ ഇത്തരത്തിൽ ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിൽ ജോലി ചെയ്തിരുന്ന ജിനോ എന്ന ജീവനക്കാരന് ഇന്ന് ജോലി ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. ഇതേ തുടർന്ന് ഇത് വാർത്തയാകുന്നു. അതോടൊപ്പം തന്നെ വിവിധ തൊഴിലാളി യൂണിയനുകളുടെ ഇടപെടൽ ഈ ഒരു ഡ്യൂട്ടി പരിഷ്കരണങ്ങൾ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ സംഭവിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം തൊഴിലാളി സംഘടനകൾ തള്ളിക്കളയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതേ തുടർന്ന് നമ്മൾ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ KSRTC ഉദ്യോഗസ്ഥരിൽ നിന്നും മറ്റും നമ്മൾ ശേഖരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ടോമിൻ തച്ചങ്കരി ഈ MD സ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ 8 മണിക്കൂറിലധികം റണ്ണിംഗ് ടൈമുള്ള സർവീസുകളിൽ ഇത്തരത്തിൽ ഡ്രൈവർ കം കണ്ടക്ടർ എന്ന തരത്തിലുള്ള ഒരു തസ്തിക നിലനിന്നിരുന്നു. എന്നാൽ തച്ചങ്കരി അധികാരമേറ്റതിന് ശേഷം അല്ലെങ്കിൽ MD ആയി വന്നതിന് ശേഷം ഇത് ഒന്നുകൂടി നിർബന്ധമാക്കി. ഈ ഒരു തസ്തികയിൽ ആളുകൾ ജോലിക്ക് കയറണം, ജീവനക്കാർ എത്തണം എന്നുള്ള കാര്യം നിർബന്ധമാക്കി. അതിനുശേഷം എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യമുണ്ടായി, കൂട്ടത്തോടെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ ഒരു സമയത്ത് ആളുകളുടെ എണ്ണത്തിൽ കുറവ് വന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ദീർഘദൂര ബസ്സുകളിൽ ഇത്തരത്തിൽ ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലുള്ളവർ ജോലിക്ക് വരണം എന്ന വ്യവസ്ഥ തച്ചങ്കരി നിർബന്ധമാക്കുന്നത്. എന്നാൽ ഈ ഒരു സംഭവത്തിൽ ഇത്തരത്തിൽ കണ്ടക്ടർമാരുടെ എണ്ണക്കുറവോ മറ്റോ ഇല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് യൂണിയനുകളിലുള്ള കണ്ടക്ടർമാർ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. ഈ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട്ടേക്കും തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്കും പോകുന്ന 4 സർവീസുകൾ ഇവയുടെ റണ്ണിംഗ് ടൈം എന്ന് പറയുന്നത് 8 മണിക്കൂറിൽ താഴെയാണെന്ന് കണ്ടെത്തിയത്. ഇതേ തുടർന്നാണ് DTO ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതായത് ഇന്ന് മുതൽ 2/2/2019 മുതൽ ഇത്തരത്തിൽ 8 മണിക്കൂറിൽ താഴെ റണ്ണിംഗ് ടൈം വരുന്ന ബസ്സുകളിൽ ഡ്രൈവർ കം കണ്ടക്ടർ ഡ്യൂട്ടിയിലുള്ള ആളുകൾ പോകേണ്ടതില്ല, പകരം ഒരു ഡ്രൈവറും കണ്ടക്ടർമാരും ജോലിക്ക് പോയാൽ മതി എന്ന ഒരു തീരുമാനത്തിലേക്ക് KSRTC എത്തി. DTO ഇത് രേഖാമൂലം